ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കന്നി ലഗ്നത്തിൽ ജനിച്ചവരുടെ, അതായത് ജനന സമയത്ത് കന്നി രാശി സൂര്യാഭിമുഖമായി വരുന്ന ജാതകരുടെ ജീവിത അനുഭവങ്ങളും ജനന ഫലങ്ങളും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കന്നി രാശി ക്രമത്തിലെ 6ാമത്തെ രാശിയാണ്. ഈ രാശി ബുധൻ്റെ സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും മൂലക്ഷേത്രവും ആണ്. ഈ രാശി രാശിയുടെ ആദ്യത്തെ 15 ഭാഗ ബുധൻ്റെ ഉച്ചരാശിയും തൊട്ടടുത്ത് വരുന്ന 16 മുതൽ 20 വരെയുള്ള ഭാഗ മൂലക്ഷേത്രവും 21 മുതൽ 30 വരെയുള്ള 10 ഭാഗ സ്വക്ഷേത്രവും ആയിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കപ്പെടുന്നത്. ശുക്രൻ ഈ രാശിയിൽ നീച ഗ്രഹമാണ്. ഈ രാശിയിൽ നിന്നാൽ, അതായത് ശുക്രൻ്റെ നീച രാശിയാണ് കന്നി രാശി. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ശത്രു ക്ഷേത്രവുമാണ്. ഒരു ഗ്രഹത്തിന് ഉച്ചക്ഷേത്രവും സ്വക്ഷേത്രവും ഒരുമിച്ച് വരുന്ന രാശി അത് കന്നി രാശി മാത്രമാണ്. അതായത് ബുധൻ്റെ ഉച്ചക്ഷേത്രവും സ്വക്ഷേത്രവും ഒക്കെ ആയിട്ട് വരുന്നത് കന്നി രാശിയാണ്. നെൽക്കതിരും തീക്കൊള്ളിയും കൈകളിൽ ഏന്തി വഞ്ചിയിൽ സഞ്ചരിക്കുന്ന കന്യകയുടെ ഒരു രൂപമാണ് ഈ രാശിക്ക് ആചാര്യന്മാർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രാശി ഒരു സ്ത്രീ രാശിയും ഉഭയ രാശിയും ആണ്. ഈ രാശിയിലെ നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും ചേർന്ന് വരുന്ന ആകെ 2.25 നക്ഷത്രമാണ് ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. കന്നി ലഗ്ന ജാതകരിൽ ഭൂരിഭാഗം പേർക്കും ഉയരം കൂടിയ ശരീര പ്രകൃതിയാണ്. നല്ല കുലീനത്വം പ്രകടിപ്പിക്കുന്ന ഇവരുടെ മുഖത്ത് ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടാകും. പൊതുവെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഈ ജാതകർ ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. യാത്രകൾ പൊതുവെ ഇവർക്ക് കുറവായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. കർമ്മ മേഖലയിൽ, അതായത് പ്രവൃത്തിയിൽ വളരെ വലിയ വേഗത ഇവർക്കുണ്ടാകും. അതായത് പെട്ടെന്ന് ജോലി തീർക്കാനുള്ള ഒരു സ്വഭാവം ഇവരിൽ അന്തർലീനമാണ്. നല്ല പരോപകാരികളായിരിക്കും. അതുപോലെ കലാപരമായി നല്ല അറിവുകളും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ വളരെ നല്ല പാണ്ഡിത്യവും ഈ ജാതകർക്ക് ഉണ്ടാകും.
ഇവർ നല്ല ഈശ്വരവിശ്വാസികളും ആയിരിക്കും. കലാരംഗങ്ങളിലും അതുപോലെ സാഹിത്യ രംഗങ്ങളിലും ഒക്കെ വളരെ പ്രശസ്തി നേടുകയും നന്നായി ശോഭിക്കുകയും ചെയ്യും. രഹസ്യങ്ങൾ കാത്ത് സൂക്ഷിക്കുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവും ഉണ്ട്. കന്നി ലഗ്നക്കാരുടെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ അനിഷ്ടസ്ഥാനത്ത്, അതായത് 6, 8, 12 എന്നീ സ്ഥാനങ്ങളിലായി എവിടെയെങ്കിലും ആയി നിൽക്കുന്നു എങ്കിൽ ഈ ജാതകർ ഒരു മുരട്ട് സ്വഭാവത്തോടു കൂടിയവരായിരിക്കും. കാഴ്ചയിൽ വളരെ സാധുക്കളെ പോലെ തോന്നുന്ന ഇവരുമായി കൂടുതൽ അടുക്കും തോറുമാണ് അത് അങ്ങനെയൊന്നുമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഇവർ വസ്ത്രധാരണത്തിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. പൊതുവെ ഇവർക്ക് ആത്മസുഹൃത്തുക്കൾ, അതായത് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇവരോട് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ തീരെ കുറവായിരിക്കും. എന്നാൽ അന്യരെ വശത്താക്കിയെടുക്കാനുള്ള എല്ലാ ഉപായങ്ങളും ഇവർക്ക് അറിയുകയും ചെയ്യാം. പ്രശ്നങ്ങളിൽ നിന്ന് തല ഊരി രക്ഷപ്പെടുവാനുള്ള നല്ല സാമർഥ്യം ഈ ജാതകർക്ക് ഉണ്ട്. നല്ല വേഗതയിൽ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ജാതകർ. ഏത് കാര്യത്തിലും കുറുക്കുവഴികളെ ആശ്രയിക്കുവാനും ഇവരിൽ ഭൂരിഭാഗം പേർക്കും താല്പര്യമുണ്ട്. സ്ത്രീജിതന്മാരാണ്, അതായത് സ്ത്രീകളെ അടിമപ്പെടുത്തുന്നവരോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് മേലെ സ്വാധീനം ഉറപ്പിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. ഇവർക്ക് ഓർമ്മശക്തി പൊതുവെ കുറവായിരിക്കും എന്നതും ഈ ലഗ്ന ജാതകരുടെ ഒരു ന്യൂനതയാണ്. അന്യരെ കുറ്റം പറയാൻ ഇവർക്ക് വലിയ താല്പര്യമാണ്. ആ വിഷയത്തിൽ ഇവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. അന്യരുടെ കുറ്റം പറയുക എന്നത് ഇവർക്ക് വളരെയേറെ ആനന്ദമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഗണിത ശാസ്ത്രത്തിൽ നല്ല പാണ്ഡിത്യം നേടും. അതായത് കണക്ക് മുതലായിട്ടുള്ള ശാസ്ത്രങ്ങൾ ആവാം, അതേപോലെ ജ്യോതിഷം സംബന്ധിച്ചുള്ള ശാസ്ത്ര വിഷയങ്ങളും ആകാം. ഇവർ എപ്പോഴും വിജ്ഞാന കുതൂഹികൾ ആയിരിക്കും. അതായത് എപ്പോഴും വിജ്ഞാനം നേടാനുള്ള അഭിവാഞ്ച ഉള്ളവരായിരിക്കും. അറിവ് സമ്പാദിക്കാനുള്ള ഇവരുടെ ശ്രമം എപ്പോഴും തന്നെ വിജയം കണ്ടെത്തും എന്നതാണ്. അതായത് ഇവർ സദാസമയവും ഉപയോഗിക്കുന്നത് പുതിയ എന്തെങ്കിലും അറിവുകൾ കണ്ടെത്തുന്നതിന് തന്നെയായിരിക്കും. ജന്മസ്ഥലം വിട്ട് അന്യദേശമാണ്, അതായത് ജനിച്ച നാടും വീടുമൊക്കെ വിട്ടിട്ട് അന്യദേശത്താണ് സാധാരണഗതിയിൽ ഇവർ പ്രവർത്തന മേഖല ഉണ്ടാക്കുന്നത്. അതായത് പ്രവർത്തന രംഗം അന്യദേശം, അതായത് വിദേശമാവാം, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്താണെങ്കിൽ മറ്റൊരു സ്ഥലത്താവാം. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ കന്നി ലഗ്നക്കാർ നല്ല വിജയം കൈയാളുന്നവരാണ്. വിവാഹത്തിന് മുമ്പ് ഈ ജാതകർ മാതാപിതാക്കളുടെ നല്ല അനുസരണയുള്ള ഒരു കുട്ടിയായും വിവാഹത്തിന് ശേഷം ഭാര്യയുടെ ദാസനായും, അതായത് ഭാര്യ പറയുന്നതിനെ
കേൾക്കുന്നവനും ആയിരിക്കും എന്നാണ് പ്രമാണങ്ങൾ. രണ്ടാം ഭാവത്തിൽ, അതായത് തുലാം രാശിയിൽ ഏതെങ്കിലും ഒരു പാപഗ്രഹം നിൽക്കുന്നു എങ്കിൽ ജാതകർക്ക് കുടുംബത്തിൻ്റെ കാര്യത്തിൽ ക്ഷീണഗതിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. കന്നി ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർ നിയമം, ജ്യോതിഷം, ഗണിതം, വാനവിദ്യ, അതായത് ആകാശത്തെ നിരീക്ഷിക്കുക തുടങ്ങിയ അല്ലെങ്കിൽ ആകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലകൾ, അതുപോലെ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളിൽ ഇവർക്ക് നല്ല വിജയം വരിക്കുവാൻ സാധിക്കും. സംസാരത്തിൽ ന്യായത്തിൻ്റെ പക്ഷം പിടിക്കുന്ന ഇവരെ വാദപ്രതിവാദങ്ങളിൽ പെട്ടെന്നൊന്നും പരാജയപ്പെടുത്തുക സാധ്യമല്ല. ഗുരുവോ ബുധനോ, അതായത് വ്യാഴമോ ബുധനോ മാതൃസ്ഥാനത്ത്, അതായത് 4ാം ഭാവത്ത് നിൽക്കുന്നു എങ്കിൽ ജാതകർക്ക് മാതാവിനും രാഹു, കേതു, സൂര്യൻ, വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങൾ 9ാം ഭാവത്തിൽ നിന്നാൽ പിതാവിനും യോഗം പൊതുവെ കുറവായിരിക്കും. പിതൃകാരകനായിട്ടുള്ള സൂര്യൻ 12ാം ഭാവത്തിൻ്റെ അധിപതി ആയത് കാരണം പിതൃസംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ജാതകന് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും. 4ാം ഭാവാധിപൻ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽക്കാതെ, അതായത് 6, 8, 12 എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കാതെ ഇഷ്ടസ്ഥാനത്ത്, അതായത് കേന്ദ്ര ഭാവങ്ങളിലോ ത്രികോണ ഭാവങ്ങളിലോ നിൽക്കുന്നു എങ്കിൽ ജാതകന് സുഖകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകും. ജാതകന്റെ മാതാവിനും നല്ല യോഗങ്ങളൊക്കെ ലഭ്യമാകുകയും ചെയ്യും. കന്നി ലഗ്നത്തിൽ ജനിക്കുന്ന ജാതകർക്ക് പിതൃധനം ലഭിക്കുവാൻ യോഗം തീരെ കുറവാണ്. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിതൃസ്വത്ത് നഷ്ടപ്പെടുന്നതായിട്ടാണ് പൊതുവെ കാണുന്നത്. പിതാവിനേക്കാൾ ഉയർന്ന പദവിയിലും അന്തസ്സോടുകൂടിയും ജീവിക്കുവാൻ കന്നി ലഗ്ന ജാതകർക്ക് സാധിക്കും. ബന്ധുജനങ്ങളോടും ഇവർ വളരെ സ്നേഹപൂർവമായി പെരുമാറുന്നവരാണ്. കന്നി ലഗ്നക്കാർക്ക് ചൊവ്വയും വ്യാഴവും ചന്ദ്രനും കേന്ദ്ര സ്ഥാനങ്ങളിൽ നിന്നാൽ, അതായത് 1, 4, 7, 10 എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ ജാതകർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ വന്ന് ചേരും. സ്വയാർജിതമായിട്ടുള്ള സ്വത്തുക്കളും, അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളും ജാതകർക്ക് ഉണ്ടാകും. ഭൂമിയുടെ ആധിപത്യം വ്യാഴത്തിന് ലഭിച്ചതുകൊണ്ട് ഈ ജാതകർക്ക് വിശാലമായിട്ടുള്ള വീട് ഉണ്ടാകും. അതായത് കന്നി ലഗ്നക്കാർക്ക് 4ാം ഭാവാധിപത്യമാണ് വ്യാഴത്തിനുള്ളത്. അതുകൊണ്ട് നല്ല കൊട്ടാര സദൃശമായിട്ടുള്ള വീടും അത്യാധുനികങ്ങളായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയ കാറ്, അതായത് വാഹനങ്ങളും മറ്റും ഈ ജാതകർക്ക് ഉണ്ടാകും. വ്യാഴം കളത്ര സ്ഥാനാധിപതി, അതായത് 7ാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടി വ്യാഴത്തിന് ഉള്ളതുകൊണ്ട് ഈ ജാതകർക്ക് ഉയർന്ന നിലയിൽ നിന്ന് വിവാഹം നടക്കുവാനുള്ള യോഗമുള്ളവരാണ്. ഭാര്യയുടെ വകയായിട്ടുള്ള സ്വത്തുക്കളും ഈ ജാതകർക്ക് ലഭിക്കും. ഇവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് സ്വത്തുക്കൾ ഉണ്ടാകുവാനുള്ള യോഗവും ഉണ്ട്.
അതിമനോഹരമായി പണി കഴിപ്പിച്ച വീട്ടിൽ ഇവർക്ക് പൂന്തോട്ടങ്ങളും മറ്റും ഉണ്ടാകുന്ന വീടും വീടിന് ചുറ്റുമായി ധാരാളം വെളിസ്ഥലങ്ങളും ഈ ജാതകർക്ക് ഉണ്ടായിരിക്കും. അധികം മുടക്കുമുതൽ ഇല്ലാതെ തന്നെ അന്യരുമായിട്ടുള്ള സഹായ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന ബിസിനസ് എന്തായിരുന്നാലും ഇവർക്ക് നല്ല പുരോഗതി നേടിക്കൊടുക്കും. ജന്മസ്ഥലം വിട്ട് അന്യ സ്ഥലമാണ് ഇവർ കർമ്മ മണ്ഡലമായി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. ഒരേ സമയം ഒന്നിലധികം വഴികളിൽ നിന്ന് ഇവർക്ക് വരുമാനങ്ങൾ ഉണ്ടാകും. അതായത് ധാരാളം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും എന്ന് സാരം. വ്യാപാര രംഗത്ത് വളരെ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള യോഗവും ഇവർക്ക് ഉണ്ട്. എന്നാൽ ഇവരുടെ ജീവിതയാത്രയുടെ തുടക്കം വളരെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് മുന്നേറുന്നത്. യാത്രയുടെ ഏതാണ്ട് പാതി വഴിയിലെത്തുമ്പോൾ ഇവർക്ക് ഒരു ശാന്തിയും സമാധാനവുമൊക്കെ കൈവരും. അതായത് വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് സാരം. യാത്രാവസാനത്തോടെടുക്കുമ്പോൾ ഈ ജാതകർ പൂർണ്ണ വിജയശ്രീലാളിതരായി മാറുകയും ചെയ്യും എന്നാണ് പ്രമാണം. വിജ്ഞാന മേഖല, ഗണിതം, വ്യാപാരം, ശാസ്ത്ര വിഷയങ്ങൾ, കലാരംഗം എന്നിവകളുമായി ഈ ജാതകർ ബന്ധപ്പെടുന്നു എങ്കിൽ ഈ ജാതകർക്ക് വളരെ വലിയ പേരും പ്രശസ്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നവരാണ്. കന്നി ലഗ്ന ജാതകർക്ക് സന്താനങ്ങൾ ആണും പെണ്ണും ഏതാണ്ട് തുല്യമായിരിക്കും. പുത്രന്മാരാൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പുത്രന്മാരാലാണ്, അല്ലാതെ പുത്രിമാർ മുഖാന്തരമല്ല ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതായത് പുത്രന്മാർ വ്യവഹാരങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കുമൊക്കെ ചിലപ്പോൾ കാരണക്കാരായി എന്ന് വരും എന്ന് സാരം. ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ജീവിതകാലത്ത് ലഭിക്കുകയുമില്ല. 5ാം സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി ബലഹീനനായിരുന്നാൽ ഈ ജാതകർക്ക് പൊതുവെ ആരോഗ്യം കുറവുള്ള സന്താനങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതായത് 5ാം ഭാവം ശനിയുടെ ക്ഷേത്രവും ആ ശനിക്ക് ബലം ഇല്ലാതെയും ഇരുന്നാൽ 5ാം ഭാവം ശനിയുടെ ക്ഷേത്രമാണ്. അതായത് മകരൻ രാശി. ശനി ഏതെങ്കിലും, അതായത് 6, 8, 12 എന്നീ ദുർബലാവസ്ഥയിലോ അതല്ല നീചസ്ഥാനത്തോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് സന്താനങ്ങൾക്ക് ആരോഗ്യക്കുറവ് വരും എന്നാണ് പ്രമാണം. പൊതുവെ സഞ്ചാരത്തോട് വിമുഖരായ ഇവർക്ക് ഒരേ ഇടത്തിലിരുന്ന്, അതായത് ഒരു സ്ഥലത്തിരുന്ന് കാര്യങ്ങൾ സാധിക്കുവാൻ സാമർഥ്യമുള്ളവരാണ്. ധനു രാശിയിലും ഇടവം രാശിയിലും രാഹുവോ കേതുവോ നിൽക്കുന്നു എങ്കിൽ ഈ ജാതകർക്ക് യാത്രയിലൂടെ അലച്ചിലുകളും അധിക ചിലവുകളും മറ്റും ഉണ്ടാകും. കന്നി ലഗ്ന ജാതകർക്ക് 2ഉം 9ഉം ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശുക്രൻ ശുഭ യോഗങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. ലഗ്നത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ ജാതകർക്ക് യോഗ ഫലത്തെയും നൽകും. അതായത്
ബുധനും ശുക്രനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങൾ ആയിരിക്കും. ചൊവ്വ 3, 8 ഭാവങ്ങൾക്ക് അധിപനാണ്. രണ്ടും ദുസ്ഥാനങ്ങൾ ആയതിനാൽ കന്നി ലഗ്ന ജാതകർക്ക് ചൊവ്വ പൊതുവെ ദോഷഫലം ചെയ്യുന്ന ഗ്രഹമാണ്. മേൽപ്പറഞ്ഞതൊക്കെയാണ് കന്നി ലഗ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷപ്പെട്ട ഫലങ്ങൾ. വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.